തൽക്കാലം ഇത് പിടിക്ക്. ഇതെന്താ? ഇതെത്ര എമൗണ്ട്? ഇത് 1,00,000 രൂപയുണ്ട്. തൽക്കാലം നീ ഇത് പിടിക്ക്. എന്നിട്ട് എന്റെ വീഡിയോസ് ഒന്ന് ഡിലീറ്റ് ചെയ്. നടക്കില്ല മോളെ. 10 ലക്ഷം രൂപ ചോദിച്ചിട്ട് വെറും 1 ലക്ഷം രൂപ തന്ന് എന്നെ ഒതുക്കിക്കളയെന്ന് കരുതിയോ നീ? ഇടം ഞാൻ ഒതുക്കിയതും മടക്കിയതൊന്നും അല്ല. ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടിയ എമൗണ്ട് ഞാൻ നിനക്ക് കൊണ്ടു തരുന്നു. ബാക്കി പണം ഞാൻ കുറേശ്ശായിട്ട് നിനക്ക് തന്നോളാം. എടാ നീ ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യടാ. ഇത് ശരിയായ ഏർപ്പാടല്ലല്ലോ ശിവാനി. ഡാ നീ ഇതൊന്ന് വാങ്ങിക്ക്. ഞാൻ പറഞ്ഞില്ലേ ബാക്കി ഞാൻ നിനക്ക് തന്നോളാം. ഓ, ഇൻസ്റ്റാൾമെന്റ് പരിപാടിയാണല്ലേ? ഓക്കെ, വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതും അപ്പോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടേ നടക്കൂ. ഈ 1 ലക്ഷം രൂപയ്ക്ക് ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യും. അടുത്ത ഇൻസ്റ്റാൾമെന്റ് വരുമ്പോ അടുത്ത വീഡിയോ. എന്തു പറയുന്നു? അത് പറ്റില്ല. മുഴുവൻ വീഡിയോ ഡിലീറ്റ് ചെയ്തേ പറ്റൂ. അത് പിന്നത്തെ കാര്യമല്ലേ. ആദ്യം നീ ആ പൈസ ഇങ്ങ് തന്നേക്ക്. എന്താ ശിവാനി ഇത്? നീ എന്തിനാ ഇവന് പണം കൊണ്ട് കൊടുക്കുന്നത്? നോക്ക്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടണ്ട. ആ പണം ഇങ്ങ് തന്നേക്ക്. ഇത്രയും കാലം അകത്ത് കിടന്നിട്ട് നിനക്ക് മതിയായില്ലേ? മര്യാദയ്ക്ക് പോവാൻ നോക്ക്, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. നീ എന്തിനാ ശിവാനി ഇവന് പണം കൊടുത്തേ? ഞാൻ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ഇടപാടാ. ആവശ്യമില്ലാതെ അതിനിടയ്ക്കിടെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണ്ട. നീ മര്യാദയ്ക്ക് പണം തന്നിട്ട് പോവാൻ നോക്ക്. നീ ഇവളെ ഭീഷണിപ്പെടുത്തിയ പണം വാങ്ങാൻ ശ്രമിച്ചെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാൻ പോവാ. ശിവാനി, ഇത് നിന്റെ സ്ഥിര ഏർപ്പാടായിരിക്കുക. പണം തരാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കുന്നു. കാണിച്ചേരാടി, നീ സൂക്ഷിച്ചോ. എന്തിനാ ശിവാനി നീ ഇത്രയും പണം അവന് കൊണ്ട് കൊടുക്കാൻ പോയത്? എന്തിന്റെയോ പേരില് അവൻ നിന്നെ ഭീഷണിപ്പെടുത്തിയെന്നുള്ള കാര്യം ഉറപ്പാ. എന്താ കാര്യം അത് പറയും. എന്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട കാര്യം നിനക്കില്ല. മര്യാദയ്ക്ക് എന്റെ പണം തന്നിട്ട് പോകാൻ നോക്ക്. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അവൻ ലോക ഫ്രോഡാ. വീണ്ടും നീ തെറ്റായ വഴിയിലൂടെയാ ശിവാനി പോയിക്കൊണ്ടിരിക്കുന്നേ. വെറുതെ എന്തായാലും പണം കൊണ്ടുവന്ന് നീ അവന് കൊടുക്കില്ലല്ലോ. എന്ത് പറഞ്ഞാ നിന്നെ അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നെന്നാ എനിക്കറിയേണ്ടത്. ഇതിലിപ്പോ ബ്ലാക്ക് മെയിലും വൈറ്റ് മെയിലും ഒന്നും ഇല്ല. അവനൊരു അത്യാവശ്യം വന്നു, എന്നോട് കുറച്ച് പണം ചോദിച്ചു, ഞാനത് കൊണ്ടുകൊടുത്തു. അതിലിപ്പോ നിനക്കെന്താ വേണ്ടത്? ഒരു തവണ ഇവന്റെ കൂടെ ചേർന്ന് നീ കുരുക്കി ചെന്ന് ചാടിയതാ. എന്നിട്ട് മതിയായില്ലേ നിനക്ക്? ഇപ്പോഴും നീ അവന്റെ പുറകെ തന്നെ നടക്കുകയാണോ? ജീവിതം പൂർണ്ണമായി നശിപ്പിച്ച് അടങ്ങുന്നുള്ള വാശിയാണോ നിനക്ക്? എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നീ ഒറ്റ ഒരുത്തി മാത്രമാ. വലിയ സ്നേഹവും കരുണയും അനുകമ്പയെന്ന് അഭിനയിക്കില്ലേ നീ? മര്യാദയ്ക്ക് എന്റെ പണം തന്നിട്ട് പോ നോക്ക്. പണമൊക്കെ ഞാൻ തരാം, പക്ഷേ എന്തിനാണ് ഈ പണം നീ അവന് കൊടുക്കാൻ പോയെന്ന് എനിക്ക് അറിയണം. എന്തെങ്കിലും കുഴപ്പമുള്ള കേസാണെങ്കിൽ നിന്നെ ഞാൻ സഹായിക്കാം. നല്ല പിള്ള ചമയില്ലേ എന്റെ മുന്നിൽ വേണ്ട നിധി. നീ എനിക്ക് ചെയ്യുന്ന ദ്രോഹങ്ങള് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നോട് എത്രയൊക്കെ പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. അത് പോട്ടെ, ഞാൻ നിന്നെ ദ്രോഹിക്കുന്നവള് തന്നെയാ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ ഇത്രയും പണം നിനക്ക് എവിടുന്ന് കിട്ടി? അത് പറ ശിവാനി, ഈ പണം നിനക്ക് എവിടുന്ന് കിട്ടി? നോക്ക്, എന്നോട് കണക്ക് ചോദിക്കാനുള്ള അധികാരമൊന്നും നിനക്ക് ഞാൻ തന്നിട്ടില്ല. എന്റെ പണം തിരികെ തരുന്നതാണ് നിധി നിനക്ക് നല്ലത്. ശരി, നീ പറയണ്ട. ഇത്രയും പണം നിനക്ക് തന്നത് നിന്റെ അച്ഛനാണോന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഞാൻ അമ്മാവനെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ, ഈ പണത്തിന്റെ സോഴ്സ് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. വേണ്ട, ആവശ്യമില്ലാത്ത പണികൾക്കൊന്നും പോരുത്. അച്ഛനെ വിളിക്കരുത്. ശരി, വിളിക്കുന്നില്ല. പക്ഷെ നീ സത്യം പറ, ഈ പണം നിനക്ക് എവിടുന്ന് കിട്ടി? ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ കണക്ക് നിരത്തി നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എങ്കി ഞാൻ നിന്റെ അച്ഛനെ വിളിച്ച് ചോദിച്ചോളാം. വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ? വിളിക്കരുത്. ആരെയും വിളിച്ചൊന്നും അന്വേഷിക്കണ്ട. എങ്കി പറ, പണം എവിടുന്ന് കിട്ടി?